വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി തയ്യാറാക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പാൻ ചൂടായ ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആയാൽ നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ഇടാം. നന്നായി വേർത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് 1 കപ്പ് റവ ചേർക്കാം. 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഈ റവ നന്നായി വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിത് വേവാനൊരു 6-7 മിനിറ്റ് വേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ഇതൊരു ഗോൾഡൻ കളറായി വരും. നല്ല ഗോൾഡൻ കളർ ആകരുത്. അതുപോലെ നന്നായിട്ട് ഈ റവ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം വേണം. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തീ ലോ ഫ്ലെയിമിലായിരിക്കണം. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റാകും. ഇനി നമുക്കിതൊക്കെ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ റവ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. കുറച്ച് സമയം ഇത് കൂളാക്കാൻ വെക്കുക കേട്ടോ. ഒന്നാം സെറ്റായി വന്നിടും. അപ്പോൾ ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.